നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കൽമണ്ഡപം നെഹ്റു കോളനിയിലെ ഹാജിർ താത്തയുടെ വാടക വീട്ടിലാണ്. ഒത്തിരി വിഷമതകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഹാജിർ താത്ത. വിവരങ്ങൾ നമുക്ക് ഹാജിർ താത്തയോട് ചോദിച്ചറിയാം. അനാഥത്വവും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളടക്കം ഏറെ കഷ്ടപ്പെടുകയാണ് ഹാജിർ താത്ത. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇപ്പോൾ കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. വർക്ക്ഷോപ്പ് ജോലി ചെയ്ത് കുടുംബം നോക്കിയിരുന്ന മകൻ മരിച്ചതോടുകൂടി മാനസികമായും ഹാജിർ താത്ത വളരെ ബുദ്ധിമുട്ടിലായി. മാനസിക ചികിത്സ തേടുകയും ചെയ്തു. ഒരു മകളുള്ളത് കല്യാണം കഴിച്ചു കൊടുത്തെങ്കിലും അവർക്ക് ഉമ്മയെ സഹായിക്കാൻ പറ്റുന്ന സാമ്പത്തിക ശേഷി ഇല്ല. എന്തു ചെയ്യണം എന്നറിയാതെ ജീവിതത്തിൽ പകച്ചു നിൽക്കുകയാണ് ഹാജിർ താത്ത. ഈ അവസരത്തിലാണ് വീട്ടുജോലിക്ക് പോയി ഉപജീവനമാർഗം കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ വീടുകളിൽ വീട്ടുജോലി ചെയ്യാൻ പോകുമായിരുന്നു. അവിടെയും വിധി ക്രൂരമായി തന്നെ ഹാജിർ താത്തോട് പെരുമാറി എന്ന് വേണം നമുക്ക് പറയാൻ. 2 പ്രാവശ്യം വീണ് കാലിൻ്റെ എല്ല് തകർന്ന് സ്റ്റീൽ റാഡിട്ട് നടക്കുകയാണ് ഹാജിർ താത്ത ഇപ്പോൾ. അതുകൊണ്ട് ജോലിക്ക് പോകാനും പറ്റാത്തൊരു അവസ്ഥയായി. വാടക വീട്ടിലാണ്, വാടക കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. സാമ്പത്തികമായും ഭക്ഷണത്തിനും ഏറെ ബുദ്ധിമുട്ട്. സുമനസ്സുകൾ ചിലർ സഹായിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് പൂർണ്ണമായും മതിയാവുന്നില്ല. വീട്ടുടമസ്ഥൻ വാടക നിർബന്ധമായി ചോദിക്കുന്നില്ലെങ്കിലും വാടക കൊടുക്കാതെ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു വിഷമം നല്ലവളായ ഹാജിർ താത്തയുടെ മനസ്സിൽ ഉയർന്നു വന്നു. എന്തു ചെയ്യണം എന്നുള്ളത് ജീവിതത്തിൽ പകച്ചു നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് EMS ഭവന പദ്ധതിയുടെ ഒരു വീട് ഇവർക്ക് പൂളക്കാട് എന്ന സ്ഥലത്ത് പാസ്സായി വരുന്നത്. പണികൾ ആരംഭിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ആശുപത്രിയിൽ പോവുകയും അവിടെ കിടന്ന് ചികിത്സ നടത്തുകയും ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ ഘട്ടം ഘട്ടമായി പണി പൂർത്തിയാക്കി അതിൻ്റെ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അതും നഷ്ടമായി. എന്തു ചെയ്യാം, വിധി അവിടെയും കടന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. നല്ലവനായ കൗൺസിലർ സുലൈമാൻ ഈ വിവരം അറിയുകയും അദ്ദേഹം വീട്ടുപണിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുകയും ചെയ്തു. എന്നാലും പൂർണ്ണമായും വീടുപണി കഴിഞ്ഞിട്ടില്ല. ഇനിയും പണി പൂർത്തിയാക്കാനുണ്ട്. ഇതിന് സന്മനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഇവർ. എന്തു ചെയ്യണം എന്നുള്ളതാണ് ചിന്ത. വീട്ടുപണി പൂർത്തിയായി താമസിച്ചാലും അസുഖം കാരണം, അനാഥത്വം കാരണം, സാമ്പത്തിക പരാധീനതകൾ കാരണം ഇനി ജീവിക്കേണ്ടത് എങ്ങനെ, വരുമാനം എങ്ങനെ എന്നുള്ള ചിന്തയും കൂടിയുണ്ട്. ഇതിനെല്ലാം നല്ലവരായ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഇവർ. ഇവരുടെ വാക്കുകളിൽ ഇവരുടെ അനുഭവങ്ങൾ നമുക്ക് കാണാം. എൻ്റെ പേര് ആഞ്ചറയാണ്. ഞാൻ നെഹ്റു കോളനിയിലാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ നെഹ്റു കോളനിയിൽ 25 വർഷമായി ഞാൻ ജീവിക്കണു. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൽ മോനും ഞാനും, എനിക്ക് 2 മക്കളാണ്. അതിലൊരു മോളും ഒരു മോനാണ്. മോൻ മരിച്ച് 8 വർഷമായി. അപ്പോൾ മോനും ഞാനും ഒരുമിച്ച് നന്നായി വാടക വീട്ടിലായാലും ജീവിച്ച് പോയിക്കൊണ്ടിരുന്നതാണ്. മോൻ മരിച്ച ശേഷം ഞാൻ ആകെ തളർന്നു പോയി. അതിൽ ഞാൻ വീട്ടു ജോലി, മകൻ മരിച്ച ശേഷം ഞാൻ വീട്ടു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. വീട്ടു ജോലിക്ക് പോയപ്പോൾ അവിടെ നിന്ന് വീണ് കാല് ഒടിഞ്ഞ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടി. പിന്നെ മോൻ മരിച്ച ശേഷം ഞാൻ ഒരുപാട് മാനസികമായിട്ട് പ്രശ്നങ്ങളായിട്ട് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ സഹിച്ചു. അപ്പോൾ അതുകൊണ്ട് വീട്ടു ജോലിക്ക് ഇപ്പോൾ പോകാനും പറ്റണില്ല. അതിൻ്റെ ഇടയിൽ കൂടെ EMS ബജറ്റ് പദ്ധതിയിൽ എനിക്ക് വീട് വെക്കാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. അത് 10 വർഷമായി. ഇനിയും എൻ്റെ വീട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മോനും ഞാനും ഉള്ളതുകൊണ്ട് അത് അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു. മോൻ പെട്ടെന്ന് മരിച്ചു. അതുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്രയും പ്രശ്നങ്ങൾ എനിക്ക് വന്നത്. മോൻ മരിച്ച ശേഷം വീണ് കാലൊടിഞ്ഞു. മാനസികമായിട്ട് പ്രശ്നങ്ങൾ, അതിന് മരുന്ന് വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക്
ഒന്നും എവിടെയും ഒരു ജോലിക്ക് ചെയ്യാൻ പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക കൊടുക്കാൻ ഇപ്പോൾ പറ്റണില്ല. ഇത്ര കാലം വീട്ടു ജോലിക്ക് പോയിട്ട് ഞാൻ ചെയ്തതാണ്. ഇപ്പോൾ എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റാതെ, എൻ്റെ പണി എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടുകാരായിട്ട് ഞാൻ അറിയിക്കണം എൻ്റെ ബുദ്ധിമുട്ടും കഷ്ടങ്ങളും. അപ്പോൾ ഇതിന് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മാനസികമായിട്ട് പ്രശ്നങ്ങളാണ്. അത് പ്രത്യേകിച്ചും പനി പറയണേ. എനിക്ക് ഇനി ഒരു പണി ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരുപാട് വെയിറ്റുള്ള ആളാണ്. വേറെ ഒരു ജോലിക്ക് പോയി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത്രയും പറയുന്നത് അത്ര ബുദ്ധിമുട്ട് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത് ജീവിച്ചിട്ടുണ്ടാവും. എൻ്റെ മകൻ മരിച്ച ശേഷം എനിക്ക് ഒരുപാട് മാനസിക പ്രശ്നമാണ്. നിങ്ങളുടെ മുന്നിൽ കാര്യമെന്ന് പറഞ്ഞ് ചെയ്യല്ല. ഞാൻ എൻ്റെ മോൻ്റെ കാര്യം ആലോചിച്ച് എൻ്റെ മോനുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിരുന്നു. അവന് 8 കൊല്ലമായി മരിച്ചിട്ട് ഇന്നും ഞാൻ ആ വേദന തിന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ഞാൻ ഒരാളുടെ വീട്ടിൽ പറയാൻ പോയിട്ട്. പിന്നെ നമ്മുടെ കൗൺസിലർ സുലൈമാൻഖാനെ കുറച്ചായി പരിചയപ്പെട്ട് അവരുടെ സഹായം കൊണ്ട് ഇപ്പോൾ എൻ്റെ വീട് പണി ഇതപ്പോൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ പണി അതിലുണ്ട്. അതിലിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതിന് നിങ്ങളെല്ലാവരും കൂടി എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അതിലിരുന്ന് മരിക്കാൻ പറ്റും. ഇനി എനിക്കൊരു വീട്ടു ജോലി പോയി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. ഒറ്റപ്പെട്ടിരിക്കാനും ഇപ്പോൾ പറ്റാത്ത ഒരവസ്ഥയാണ്. എന്തായാലും ഇപ്പോൾ എനിക്കൊരു വീടായി എന്ന് പറയാൻ വിചാരിച്ചു. പക്ഷേ അതെനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതിലിനി കുറേ പണികളുണ്ട്. അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക. അതിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാണിപ്പോൾ നമ്മൾ താമസിക്കുന്ന ബാത്റൂം. എനിക്ക് കാടാണ് ഇവിടെയൊക്കെ. പക്ഷെ പാമ്പിൻ്റെ ശല്യങ്ങളും ഉണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ താഴെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഹൈറ്റുള്ള കസാല വെച്ചിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ബാത്റൂം പോണതൊക്കെ. അപ്പോൾ അതുകൊണ്ട് വലിയ പാമ്പിൻ്റെ ശല്യം കണ്ടില്ലേ. ടാങ്കിയൊക്കെ അതിലൊക്കെ കാടായിട്ട് പാമ്പിൻ്റെ ശല്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഇവിടെ ഇരുന്ന് ഇരിക്കുന്നത്. ഞാൻ അതിലൊക്കെ പേടിയാണ് പുറത്തിറങ്ങാൻ, ബാത്റൂമിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. അതന്നെ ബാത്റൂമിലേക്ക് ഇറങ്ങാൻ രാത്രിയൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ എന്താ ചെയ്യുക പറഞ്ഞിട്ട് ഇറങ്ങിയെന്നെ, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒറ്റപ്പെട്ട് ഇരിക്കണ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അതിനെന്തെങ്കിലും ഒരു വഴി നമുക്ക് വേണം. ബാത്റൂമിൽ അവിടെ ബാത്റൂമിൽ ഓവ് അടച്ച് വെച്ചിരിക്കുക. അപ്പോൾ ബാത്റൂമിൽ മൊത്തം പെരിച്ചായൊക്കെ കയറും. പെരിച്ചായി ഉള്ളും പെരിച്ചായി കാട്ടായിരിക്കും. രാവിലെ നേരം വഴുകുമ്പോഴേക്കും നമ്മൾ എണിച്ച് ബാത്റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെ ഓടും. പേടിയാണ്. അപ്പോൾ എന്താ ചെയ്യുക പറഞ്ഞിട്ട് ലൈറ്റ് ഇട്ടിട്ടും കാര്യമില്ല. രാവിലെ വരെ ലൈറ്റൊക്കെ ഇടും. അപ്പോൾ ബാത്റൂമിലും പെരിച്ചായാണ്. കക്കൂസ് പോകാനും ബുദ്ധിമുട്ടാണ്. പുറത്തേക്ക് എല്ലാം കൊണ്ടും പേടിയാണ്. വരുന്ന കൊണ്ട് ഞാൻ അടച്ച് വെക്കുകയാണ്. ഇതവിടെയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അല്ലെങ്കിൽ വല്ല പാമ്പോ എന്തെങ്കിലും കടന്നാൽ പോലും അറിയില്ല അവസ്ഥ. പകരം പിന്നെ നമുക്ക് പേടിക്കാം, കുറച്ച് പേടി കമ്മി ഉണ്ടാവും. രാത്രിയാണ് വലിയ പ്രശ്നം. അപ്പോൾ ഈ ഡോർ അടച്ചാലും ഇവിടെ ഭയങ്കര ഗ്യാപ്പുകളുണ്ട്. ഡോർ അടച്ചാലും ഇതിൻ്റെ ഉള്ളിൽ പെരിച്ചായികളും പാമ്പും എല്ലാം വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇത് അടച്ച് വെച്ചിരിക്കുന്നത് ഞാൻ. ഈ റൂമിലത്തെ ഈ പട്ടിക ഇതിൻ്റെ മുകളിൽ വെച്ചതായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചതില് കയറി വിവരം അറിയില്ല. ഒരു 6 മണി പ്രാർത്ഥിച്ച ശേഷം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ശബ്ദം കേട്ടു. പൂച്ചയാണോ വിചാരിച്ച് നോക്കുമ്പോൾ ഈ പട്ടിക ഇതിൻ്റെ മേലെ വീണ് ഇവിടെ കിടക്കുന്നത്. അല്ല, മരച്ചതലാണ്. ഈ മരച്ചതല് നമുക്ക് കാണാൻ പറ്റില്ല. വേറെ ചതിലാകുമ്പോൾ നമുക്കൊന്ന് തട്ടി വിടാൻ നോക്കാം. അതിനും പറ്റാത്തൊരവസ്ഥ. തലയിൽ കൂടെ വീഴാത്ത ഭാഗ്യം. അതുകൊണ്ട് ഇത് പറയുന്നു. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനത് അവർ പറഞ്ഞു. അത് അവർ പറയുമോ നമ്മളെല്ലാം ഇരിക്കുന്നത് നമ്മൾ നേരാക്കണം പറയും. നമുക്കതിനിപ്പോൾ പറ്റുമോ? ആരുമില്ല. ഞാൻ തനിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ. ഹാജർ താത്തയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണ്. രോഗിയാണ്. അവർക്ക് സ്വന്തമായി ജോലിയെടുക്കാനോ മറ്റോ കഴിയില്ല. 2 മക്കളാണ് ഉണ്ടായിരുന്നത്. മൂത്ത മകൻ 8 വർഷം മുമ്പ് മരണപ്പെട്ടു. ചെറിയ മകള് വിവാഹം കഴിച്ചു കൊടുത്തു. ഇവർക്കിപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത്. ഉദാരമതികളുടെ സഹായത്തോടു കൂടിയാണ് അവരിപ്പോൾ നിത്യജീവിതം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകളെ എപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കും. അതിൽ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നൊരവസ്ഥയാണ്. അതിന് സ്വന്തമായി മരിക്കുന്നതിന് മുമ്പ്
ഒരു തലചായ്ക്കാൻ ഒരു വീട് വേണം, ചെറുതെങ്കിലും ഒരു കൂര വേണമെന്ന് ഒരുപാട് അവർ ആഗ്രഹിച്ചതാണ്. അതിനിപ്പോൾ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പക്ഷേ കുറച്ചുകൂടി അവർക്ക് അതിൽ പണിയെടുക്കാനുണ്ട്. ടോയ്ലറ്റിൻ്റെ പണി പൂർത്തിയാക്കണം, അതിൻ്റെ ചുറ്റുപാടും കുറേ പണികളുണ്ട്. ആ പണികളൊക്കെ പൂർത്തിയാക്കാൻ കുറച്ചുകൂടി സംഖ്യ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ്. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരാളാണ്. നിലക്ക് അവരുടെ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ ഒരു 10-12 വർഷം മുമ്പ് അന്നത്തെ EMS പദ്ധതി പ്രകാരം അവർക്ക് വീട് അനുവദിക്കുകയും അവർക്ക് കയ്യിൽ പൈസ ഒന്നും അതിലൂടെ ചേർക്കാനില്ലാത്തതുകൊണ്ട് ആ വർക്ക് പൂർത്തിയാവാതെ അങ്ങനെ വീട് കിടക്കുകയായിരുന്നു. ഈ 8-10 വർഷത്തിന് ശേഷമാണ് നമ്മളെ സമീപിക്കുന്നത്. അങ്ങനെ പിന്നെ ഇലക്ട്രിസിറ്റി അവിടെ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടപെട്ടു. BPL പ്രകാരം നമ്മുടെ സുഹൃത്ത് മുഖേന അത് പൂർത്തിയാക്കാൻ സാധിച്ചു. ഇപ്പോൾ വാട്ടർ കണക്ഷനും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവരുടെ വീട് കുറച്ചുകൂടി വർക്കുകൾ കഴിഞ്ഞാൽ അവർക്ക് കയറി താമസിക്കാൻ സാധിക്കും. അതിന് സാധ്യമാകുന്ന രീതിയിലുള്ള സഹായം അവർക്ക് നൽകണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒരു വാർഡ് മെമ്പർ നിലക്ക്, ഒരു ജനപ്രതിനിധി നിലക്ക് സാധ്യമായ രീതിയിലെല്ലാം ഹെൽപ്പ് ചെയ്യാൻ, പിന്തുണക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കി അവരൊന്ന് താമസിപ്പിക്കണം. അവരെപ്പോഴും പറയാറുണ്ട്, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ വീട്ടിലൊന്ന് കിടന്നുറങ്ങണം എന്നൊരാഗ്രഹം പറയാറുണ്ട്. ആ ഉമ്മാക്ക് ആ ആഗ്രഹം സഫലമാക്കുന്നതിന് നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ച് തീർച്ചയായിട്ടും സാധിക്കും. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയം നിറഞ്ഞ് സ്രഷ്ടാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എത്രാമത്തെ വയസ്സിലാണ് മകൻ മരിച്ചത്? മകന് 28 വയസ്സ്. 28 വയസ്സിലാണ് മരിച്ചത്. എന്തായിരുന്നു ജോലി? വർക്ക്ഷോപ്പ് ജോലി? വർക്ക്ഷോപ്പ് ജോലിയാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. കൽമണ്ഡത്താണ് ചെയ്തത്. അവനെല്ലാവരും അറിയാം. അവൻ നല്ല അറിയപ്പെട്ട നല്ലൊരു പയ്യനായിരുന്നു. അവൻ പോയതിലാണ് വളരെ സങ്കടം. ഞാൻ മാനസികമായിട്ട് ഇപ്പോഴും എനിക്ക് ഒരു സമാധാനം ഉറക്കൊന്നുമില്ല. അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന കാരണം കൃത്യം രേഖകൾ കൊടുക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് EMS ഭവന പദ്ധതിയിൽ വീടിൻ്റെ പണി ലാപ്സായി പോയത് അല്ലേ? അതെ. മെഡിക്കൽ കോളേജിലാണ് ഞാൻ കിടന്നത്. 20 ദിവസം കിടന്നു. കാല് ഓപ്പറേഷൻ ചെയ്തിട്ട് വീണ്ടും പിന്നെ 1.5 കൊല്ലം കഴിഞ്ഞ് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അതും ചെയ്തു. അത് പറ്റി തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. മൊത്തം ഇടുപ്പ് എല്ലും കാലും ഒന്നും അനക്കാൻ പറ്റും. എന്തെങ്കിലും ഒന്ന് വീട്ടിൽ തന്നെ എന്നോ ചെയ്താൽ തീരെ വയ്യായിട്ട് കിടക്കുകയാണ് ഞാനിപ്പോൾ. അത്യാവശ്യം പുറത്ത് പോകും, വീണ്ടും വന്ന് വീട്ടിൽ കിടക്കും. നമ്മുടെ കാര്യത്തിൽ നമ്മൾ തന്നെ പോണ്ടേ, വേറൊരു പണി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. വേദന തന്നെ, നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. വളരെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒരവിടെ പോയപ്പോൾ അവിടെ വീട് പണി ചെയ്യണം. ഈ കൽമണ്ഡപത്തിന് പൂളക്കാട് പോയി വരുമ്പോഴേക്ക് വീണ്ടും വന്ന് കിടക്കുകയാണ്. പോവും വരും, അതന്നെ. ഈ ഓട്ടോയിൽ പൈസ കൊടുത്തിട്ട് പോകണം ഇവിടെ നിന്ന് അത്രയും ദൂരം. പക്ഷെ ഒരു വഴിയില്ല. നാട്ടുകാരുടെ സഹായം, പള്ളിക്കാരൻ്റെ കുറച്ച് സഹായം കൊണ്ടായി ഭക്ഷണം കഴിഞ്ഞ് പോയി. ഈ വീടിൻ്റെ കാര്യത്തിലാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായ കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യങ്ങൾ വന്നത്. പള്ളിക്കാർ അരിയോ അങ്ങനെ എന്തെങ്കിലും? മാസം 5 കിലോ അരി നമ്മുടെ പള്ളിയിൽ നിന്ന്, എൻ്റെ മകലിൽ നിന്ന് 5 കിലോ അരി എനിക്ക് തരുന്നുണ്ട്. എല്ലാ മാസം 5 കിലോ അരി തരും? ഇപ്പം അത് കുറച്ചായിട്ടുള്ളൂ, 1 വർഷമായി തുടങ്ങിയിട്ട്. അത് മാസം 5 കിലോ അരി തരും. അതും പോകാൻ 2 മാസം 3 മാസം കൂടുമ്പോൾ ഞാൻ ആരെങ്കിലും വാങ്ങിച്ചു കൊണ്ട് തരും. അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും വണ്ടിക്കൂലി കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ മെല്ലെ പോയിട്ട് വാങ്ങിച്ചു വരും. അല്ലാണ്ട് ഒരു രക്ഷ ആരും ഇല്ല എന്നെ നോക്കാൻ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഇപ്പോൾ മോളെ കെട്ടിച്ചിരിക്കുന്നത് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്. അവർ കൂലിപ്പണി എടുത്ത് ജീവിക്കണം. എന്നെ അവർക്ക് കൊണ്ടുപോയി നോക്കാനുള്ള കഴിവ് അവർക്കും ഇല്ല. മരുന്ന് എത്ര രൂപയുടെ മരുന്ന് വാങ്ങേണ്ടി വരുന്നുണ്ട്? എല്ലാ മാസവും നല്ലൊരു എമൗണ്ട് മരുന്നിന് വരുന്നുണ്ട്. മരുന്ന് ഡോക്ടറെ കാണിക്കാൻ തന്നെ പോകാൻ ഫീസ് കൊടുക്കണം. വേണ്ട ചില സമയത്ത് കാണിക്കാറില്ല. പേപ്പർ കാണിച്ച് മരുന്ന് വാങ്ങി കഴിക്കുകയോ ചെയ്യുക. ചിലപ്പോൾ മരുന്ന് വാങ്ങി കഴിക്കില്ല, മതി കണ്ട് കിടക്കും. അപ്പോൾ പിന്നെ എണിക്കാൻ പറ്റൂല. ഏത് ഡോക്ടറെ ചികിത്സയാണ്? ആദ്യം നേരത്തെ കാണിച്ച രമണ ഡോക്ടറാണ്, ഒരു രമണൻ. അത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ എത്ര രൂപയാണ് ഡോക്ടർ ഫീസ്? ഡോക്ടർ ഫീസ് 700 റുപ്യാണ് ഇപ്പോൾ ആ ഡോക്ടറിന്. അത് പോയി കാണിച്ച് നമ്മൾ മരുന്ന് കഴിച്ച സുഖമായി രാത്രി ഉറങ്ങാം. അതൊന്നും പുറത്ത് നമ്മൾ അടുത്ത് പറയാറില്ല. എന്താ ചെയ്യുക, ഇപ്പോൾ പറയേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് മാത്രം. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ ഉണ്ട്, 1600 റുപ്യ പെൻഷൻ കിട്ടുന്നത് മാസം. അതുകൊണ്ടൊക്കെയാണ് ജീവിതമാർഗം പോകുന്നത്. ഇത്രയേ ഉള്ളൂ എൻ്റെ വരുമാനം. ഇതുകൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോഴാണ് ഈ അവസ്ഥയിലൊന്ന് പറഞ്ഞാലോ എന്ന് വെച്ചാൽ ഞാനിത് അപേക്ഷിച്ചത് നിങ്ങളെ കൊണ്ട്.
ഇതാണ് നമ്മുടെ ഹാജിർ താത്താൻ്റെ ലൈഫ് മിഷനിൽ കിട്ടിയ വീട്. ഇതിൽ മൊത്തം എല്ലാവിടെയും കാട് പിടിച്ച് കിടക്കണം. കണ്ടില്ലേ, എൻ്റെ പരിസരം മുഴുവൻ അങ്ങനെ കാട് പിടിച്ച് കിടക്കാണ്. വീട് ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. പിന്നെ പുറത്താണെങ്കിൽ നേരെ അടുക്കളയിൽ നിന്ന് നമ്മൾ 4 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിച്ചാണ്. മൊത്തം ഈ പ്രദേശത്തുള്ള മുഴുവൻ അഴുക്ക് വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഈ വീടിൻ്റെ ഒരു ആ ഗ്രില്ല് പോലത്തുള്ള ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം അവർക്കാണെങ്കിൽ ഈ തല ചുറ്റിലും കാലിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് ആ ഗ്രില്ല് വെക്കാനുള്ള വീടിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ. കണ്ടില്ലേ, മൊത്തം നോക്കി അറിയാം ഇവിടെ മൊത്തം കാണുന്നത് അങ്ങനെ പ്രദേശങ്ങളിൽ. ഇങ്ങോട്ട് വരും. പിന്നെ ഇതാ ഇവിടെ കുറച്ച് ഒരു പ്ലസ് ഔട്ടിൻ്റെ കിണറുണ്ട്. അതിൻ്റെയും ഇവിടെയും പൂർത്തീകരിക്കാനുണ്ട്. ഇതാണ് ഡിച്ച്. ഇത് പോകുന്നതാണ്, കണ്ടില്ലേ വെള്ളം, ആ വെള്ളത്തിൻ്റെ അത് പോകുന്നത്. ഇനി നമുക്ക് അവിടെ നിന്നിട്ട് നമുക്കിത് അവിടെ നിന്ന് വ്യൂ കാണാം. നമുക്ക് അങ്ങോട്ട് വരും നമുക്ക് പിറകുവശം കാണാം. അപ്പോൾ ഇതാണ് ഡിച്ച്. കണ്ടില്ലേ, മൊത്തം ഈ പ്രദേശത്തെ മുഴുവൻ അഴുക്ക് വെള്ളമാണ് ഇത് കൂടെ ചലിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ പുറകുവശം. അപ്പോൾ ഈ പുറകുവശത്ത് ഇവിടെ ഒരു ഗ്രില്ലില്ല. കണ്ടില്ലേ, ഇവർക്കാണെങ്കിൽ തലകറക്കവും പിന്നെ കാലിനെയൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മളെപ്പോലെ കാല് പെട്ടെന്ന് വെച്ചെടുക്കാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുന്ന് ആദ്യം മുതൽ ഒരു ഗ്രില്ലുണ്ടെങ്കിൽ വളരെ അവർക്ക് ഉപകാരപ്രദമാവും. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ മൊത്തം ഈ ചാലിൽ എല്ലാം വരുന്നത്. എന്തും സംഭവിക്കാം. അങ്ങനെ അപകടം സംഭവിക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ അതിനോട് വേണ്ട കറക്റ്റായിട്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതും ഓക്കെ. ഹാജിർ താത്തയുടെ അനാഥത്വവും സാമ്പത്തിക പരാധീനതകളും രോഗവിവരങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തവർ. ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർ ഈ പാവത്തിന് കഴിയുന്നത്ര സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഹാജിർ താത്തയുടെ വീട്. അപ്പോൾ ഇതിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടുംകാല് വഴക്കുള്ള വെള്ളം നിറയും. ഭയങ്കര ബുദ്ധിമുട്ടാണ് കടക്കാൻ. ഇതാണ് വഴിയൊക്കെ വളരെ മോശമാണ്. ഈ വഴി നന്നാക്കേണ്ടതും അത്യാവശ്യമാണ്.